ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ലാപ്ടോപ്പിനോ കമ്പ്യൂട്ടറിനൊക്കെ എന്തെങ്കിലും എററോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, ഹാർഡ്വെയർ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അടുത്ത് വരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. രാവിലെ ഞാൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കേട്ടോ. ഇതൊരു ക്ലിക്കിംഗ് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഹാർഡ് ഡിസ്കിൻ്റെ സൗണ്ടാണെന്ന് തോന്നുന്നു. ഈ ഓഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഈ കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഇടയ്ക്ക് ഒരു എറർ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ചെക്ക് ഡിസ്കിൻ്റെ ഒരു പോപ്പ് ഒക്കെ വല സൈഡിലായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ രണ്ടാമതിരിക്കുന്ന ഹാർഡ് ഡിസ്കിൽ നിന്ന് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കമ്പ്യൂട്ടർ ഓണായത് വളരെ താമസിച്ച ഒരു 2-3 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ ഓണായി കിട്ടാനായിട്ട്. അപ്പം ഓണായി വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഈ ബ്ലൂ സ്ക്രീൻ വന്നു കേട്ടോ. യുവർ PC ran into problems and റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ തന്നെ റീസ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. റീസ്റ്റാർട്ടായിട്ട് വന്നപ്പോഴേ ഉടനെ ഈ മെസ്സേജ് വരുന്നത് കേട്ടോ. വിൻഡോസ് ഡിറ്റക്റ്റഡ് എ ഹാർഡ് ഡിസ്ക് പ്രോബ്ലം. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ തന്നെ കംപ്ലൈൻറ്റ് ആയി. ഹാർഡ് ഡിസ്ക് പോയെന്ന് തോന്നുന്നു. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഹാർഡ് ഡിസ്ക് വേറെ ഹാർഡ് ഡിസ്കിലേക്ക് ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഫുള്ള് നഷ്ടപ്പെടും. ഈ ഹാർഡ് ഡിസ്ക് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞുള്ളൂ കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് ഹാർഡ് ഡിസ്ക്, നമ്മുടെ കേടായ ഹാർഡ് ഡിസ്ക്കാണ്. അപ്പം അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറിൻ്റെ മുകളിലത്തായിട്ട് നമ്മുടെ സീരിയൽ നമ്പേഴ്സും അതിൻ്റെ കുറേ നമ്പേഴ്സും ഒക്കെ എഴുതുന്നുണ്ട്. PN എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു നമ്പറും ഒക്കെ കാണിക്കുന്നുണ്ട്. 500 GB. ഈ സൈഡിൽ കിടക്കണ്ടല്ലേ SN എന്ന് പറഞ്ഞ് കിടക്കുന്ന മുകളിലായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ സീരിയൽ നമ്പർ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാറണ്ടി ചെക്ക് ചെയ്യാൻ സിഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് ആയിട്ട് സിഗേറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഓൺലൈനായിട്ട് വാറണ്ടി ചെക്ക് ചെയ്യാനുള്ള ടൂൾ കിട്ടും. അപ്പോൾ നമുക്ക് ബ്രൗസർ എടുത്തിട്ട് സിഗേറ്റ് വാറണ്ടി ചെക്ക് എന്നടിക്കാം. അത്ര അടിച്ചപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സീരിയൽ നമ്പർ എന്ന് കാണുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ഏറ്റവും മുകളിൽ SN എന്ന് പറഞ്ഞ കിടപ്പില്ലേ, അവിടെ കിടക്കുന്ന ലെറ്റേഴ്സ് അടിച്ചു കൊടുക്കണം. എൻ്റെ ഇവിടെ 9VV6AZ5X എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ അടിച്ചിട്ട് വാറണ്ടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വാറണ്ടിയുടെ ഇത് കാണിക്കുന്ന ഇയറൊക്കെ കാണിക്കുന്ന സ്ഥലത്ത് ഇൻഡു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് അല്ല കേട്ടോ. റീഫർബിഷ്ഡ് ഒറിജിനലാണ്, പക്ഷേ റീഫർബിഷ്ഡ് പ്രോഡക്റ്റാണ്. ഇത് യൂസ് ചെയ്തിട്ട് റിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡു അവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇത്ര ഇയർ തൊട്ട് ഇത്ര ഇയർ വരെയുള്ള ഒരു വാറണ്ടി എന്നുള്ളതാണ്. 2 വർഷത്തെ വാറണ്ടിയാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അതിനുവരെ അവിടെ സെല്ലറെ കോൺടാക്റ്റ് ചെയ്യാനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും മിക്കവാറും ഓൺലൈൻ വരുന്ന ഈ ഹാർഡ് ഡിസ്ക് പ്രോഡക്റ്റ്സൊക്കെ ഇപ്പോൾ സീഗേറ്റിൻ്റെ എന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് നിർത്തിയാണ്. അപ്പം അതെല്ലാം റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ, പുതിയതായിരിക്കത്തില്ല. സീഗേറ്റിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ടൂള് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഹാർഡ് ഡിസ്കിൻ്റെ എററാണോ അതോ വേറെ എന്തെങ്കിലും എററാണോ എന്നുള്ളത്. അപ്പോൾ സീഗേറ്റ് ഹാർഡ് ഡിസ്ക് ടൂളെന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ ആര് സെർച്ച് ചെയ്തതിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് സി ടൂൾസ് സപ്പോർട്ട് സിഗേറ്റ് US എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ സിഗേറ്റിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ പല ടൂൾസും കിടപ്പുണ്ട് ഡൗൺലോഡ്സിനകത്ത് കേട്ടോ. സിഗേറ്റ് ബൂട്ടബിളിൻ്റെ ഉണ്ട്, ലിനക്സിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഈ വിൻഡോസിൻ്റെ ആണേ. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ആ ടൂള് വലിയ സൈസൊന്നുമില്ല, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്കിന്ന് ചെക്ക് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് വിൻഡോസിൻ്റെ തന്നെ വിൻഡോസ് 10ൻ്റെ തന്നെ വിൻഡോസ് 10 ആയാലും 7 ആയാലും ചെക്ക് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട് വിൻഡോസിനകത്ത് തന്നെ. അപ്പോൾ അതിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ എറർസൊക്കെ ആണെങ്കിൽ ഈ കറണ്ടൊക്കെ പോകുമ്പോഴാണ് മിക്കവാറും ഹാർഡ് ഡിസ്ക് പോകാൻ സാധ്യത. അപ്പോൾ അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി അങ്ങ് ഫിക്സ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഈ ടൂൾ എടുത്തു കഴിഞ്ഞപ്പം അതിലെഴുതിയിരിക്കുന്നത് യു ഡോണ്ട് നീഡ് ടു സ്കാൻ ദിസ് ഡ്രൈവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ചെക്ക് ഡിസ്ക് ടൂൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അപ്പോഴേ നമ്മുടെ സീഗേറ്റിൻ്റെ സെറ്റപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സീഗേറ്റിൻ്റെ ടൂള് ഓപ്പൺ ആയി കഴിഞ്ഞപ്പം ഇവിടെ സ്റ്റാറ്റസിനകത്ത് റെഡ് കളർ കിടക്കുന്നുണ്ടോ, രണ്ടാമത്തെ ഡിസ്ക് 1 എന്ന് പറഞ്ഞതിനകത്ത് അതിനകത്താണ് സീയും കിടക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കാം. അതിനകത്തുനിന്ന് എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ നോക്കാം.
സിക്കകത്താണ് നമ്മൾ വിൻഡോസും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടൂൾസിനകത്ത് സ്മാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനകത്ത് സെക്ടർ കൗണ്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ഫിക്സ് ഓൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെനു കണ്ടില്ലേ, അതിൽ നമുക്ക് ഷോർട്ട് ടെസ്റ്റ് ചെയ്ത് നടത്തി നോക്കാം. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എറൗണ്ടോ നോക്കാനത് ചിലപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്ത് കളയും. ആ ഷോർട്ട് ടെസ്റ്റ് കൊടുത്തിട്ട് അത് റൺ ആകുന്നില്ല കേട്ടോ, സ്റ്റക്കായ പോലെ നിൽക്കുകയാണ്. അത് ക്യാൻസൽ ആയിപ്പോയി കേട്ടോ. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ഫെയിൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫിക്സ് ഓൾ ഷോർട്ട് എന്ന് പറഞ്ഞ് ഫെയിൽഡ് ആയിപ്പോയി. അപ്പോൾ എററുണ്ട് ഹാർഡ് ഡിസ്കിൽ. ഇനി നമുക്ക് ലോങ് ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കാം, അത് ശരിയാക്കുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതും ക്യാൻസൽ ആയിപ്പോയി കേട്ടോ, ക്ലോസ് ആയിപ്പോയി. അപ്പം ഹാർഡ് ഡിസ്കിനകത്ത് കംപ്ലൈൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ചെക്ക് ഡിസ്ക് രണ്ടാമത് ഓപ്പൺ ആക്കി നോക്കിയപ്പം എറർ കാണിക്കുന്നുണ്ടെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻഡോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ചെക്ക് ഡിസ്ക് കൊടുത്തു, അതും ക്യാൻസൽ ആയിപ്പോയി കേട്ടോ. ഇനി വേറൊരു ടൂളുണ്ട്, ഡിസ്ക് ജീനിയസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതൊരു ഫ്രീ ടൂളാണ്, പക്ഷേ അതിൻ്റെ പെയ്ഡ് വെർഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് ഞാൻ നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഈ ടൂൾ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. അപ്പോൾ ഡിസ്ക് ജീനിയസ് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ ഈ ടൂളിനകത്ത് സ്കാൻ ചെയ്തപ്പോൾ പറയുന്നത് ബാഡ് സെക്ടർ വെരിഫിക്കേഷൻ എന്നുള്ള ടൂൾ വെച്ച് ഞാൻ സ്കാൻ ചെയ്തപ്പം ബാഡ് സെക്ടർ റിപ്പോർട്ട് ഓഫ് കറണ്ട് ഹാർഡ് ഡ്രൈവ് ഈസ് ഡിറ്റക്റ്റഡ്, ഡു യു വാണ്ട് ടു ഓപ്പൺ ഇറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്കിനകത്ത് ബാഡ് സെക്ടർ വന്നുപോയി. ഇനിയിപ്പം രക്ഷയില്ല, ഇത് പോക്കാൻ തോന്നുന്നു ഹാർഡ് ഡിസ്ക്. ഡിസ്ക് ജീനിയസ് ഇവിടെ വേറൊരു മെസ്സേജ് കാണിച്ചിട്ടുണ്ട്. പ്ലീസ് കൺഫേം ബാഡ് സെക്ടർ റിപ്പയറിംഗ് ക്യാൻ റിക്കവർ ഫയൽസ് വിച്ച് ഡിസ്ട്രോയ്സ് ഡാറ്റ ഓൺ നിയർ ബാഡ് സെക്ടേഴ്സ് ഇൻസ്റ്റഡ്. അപ്പം ബാഡ് സെക്ടർ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള നല്ല ഡാറ്റയും കൂടി നശിപ്പിക്കുന്നതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു റിക്കവർ ഫയൽസ് ഫ്രം ദ ഡ്രൈവ് പ്ലീസ് സെൻഡ് ഇറ്റ് ടു ഡാറ്റ റിക്കവറി പ്രൊഫഷണൽസ്. ദിസ് പ്രോഗ്രാം വിൽ നോട്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ എനി ലോസ് കോസ്ഡ് ബൈ ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, നേരെ ഏതെങ്കിലും പ്രൊഫഷണലിൻ്റെ അടുത്തുകൊണ്ട് ഡാറ്റ റിക്കവർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റിപ്പയറിങ്ങും സംഭവമെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇനിയിപ്പം ഇതിനകത്തുനിന്ന് ഉള്ള ഇപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് ഓണായിപ്പില്ലേ, ആ സമയത്ത് നമുക്ക് വേറൊരു ഹാർഡ് ഡിസ്കിലേക്ക് ഇത് ഡാറ്റ കംപ്ലീറ്റ് കോപ്പി ചെയ്ത് മാറ്റാം. കുറേ ഡാറ്റയൊക്കെ പോയി കാണും കേട്ടോ, അത് ഇതിനകത്ത് കാണിക്കില്ല, ഹൈഡായി പോകും ചിലപ്പോൾ. ആ എററുള്ള സെക്ഷൻ മുഴുവനെ റീഡ് ആകത്തില്ല, അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഡാറ്റയൊന്നും പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇനി ഞാൻ നേരെ ആമസോണിലേക്ക് പോയേക്കാണ്. ആമസോണിൽ പോയിട്ട് നമുക്കൊരു ഹാർഡ് ഡിസ്ക് മേടിക്കണം. ഹാർഡ് ഡിസ്ക് ഇപ്പം 500 GB ഒന്നും വരുന്നില്ല കേട്ടോ. 500 GB നിർത്തിയിട്ട് കുറേ വർഷങ്ങളായെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1 TB ആണ് ഏറ്റവും കുറഞ്ഞ് വരുന്നത്. 1 TB സിഗരറ്റ് പാരക്കൂടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഇതിന് മേടിക്കുന്നത്. പിന്നെ ഇതിന് തന്നെ പോർട്ടബിളും ഒക്കെ വരുന്നുണ്ട്, അതിനൊക്കെ ഭയങ്കര വിലയാണ്, 6000-ന് മുകളിലാണ് വില. ഇപ്പോൾ ഈ ഉള്ള ഹാർഡ് ഡിസ്ക് 500-ന് നേരെ ഇരട്ടിയാണത്, 5499 ഇവിടെ റേറ്റ് കാണിക്കുന്നത് 1 TBയുടെ. 1 TB ബാരാക്കുട സിഗരറ്റിൻ്റെ കേട്ടോ. സിഗരറ്റ് ഞാൻ ഈ കമ്പ്യൂട്ടർ മേടിച്ച് തൊട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കമ്പനിയാണ് കേട്ടോ. പക്ഷേ ഈ സിഗരറ്റിൻ്റെ ഇവിടെ കിടക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപ കൂടുതലാണ് ആമസോണിൽ കിടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഓതറൈസ്ഡ് സെൻറ്ററുമായിട്ട്, എറണാകുളത്തുള്ള ഓതറൈസ്ഡ് സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തു. അതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത് ഈ ഹാർഡ് ഡിസ്ക് 2 ടൈപ്പ് വരുന്നുണ്ട്, ഒന്ന് റീഫർബിഷ്ഡും വരുന്നുണ്ട്, ഒന്ന് പുതിയതും വരുന്നുണ്ട്. പുതിയതിൻ്റെ ആകുമ്പോൾ 4500 പ്ലസ് ടാക്സ് ആവും. റീഫർബിഷ്ഡിൻ്റെ ആണെങ്കിൽ 2500 ടാക്സ് ആവുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും റീഫർബിഷ്ഡ് മേടിച്ച് കഴിഞ്ഞാൽ നിൽക്കുകയില്ല, വേഗം തന്നെ പോവും. അതുകൊണ്ട് ഞാൻ പുതിയ തന്നെ മേടിക്കാൻ ആലോചിക്കുകയാണ്. അതുപോലെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം എനിക്കറിയാൻ സാധിച്ചു, ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഈ മെക്കാനിക്കൽ ടൈപ്പ് ഹാർഡ് ഡിസ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതില്ലേ, അത് മെക്കാനിക്കൽ ടൈപ്പാണ്. അതിനകത്തൊരു നീഡിലുണ്ട്, ആ നീഡിലാണ് ഇതിനകത്തുള്ള ഡിസ്ക് കറങ്ങുമ്പോൾ ആ നീഡിലാണ് അത് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മുടെ USB ഒക്കെ ഇല്ലേ, ആ USB പോലെ തന്നെയുള്ള ഡ്രൈവാണ്, അതിൻ്റെ വലിയ ഡ്രൈവാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഈ കിടക്കുന്നുണ്ട്, സെബ്രോണിക്സിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ് ഈ ഇവിടെ വിൻഡോസിൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ USB ഡ്രൈവ് പോലെ തന്നെയാണ്, അതിൻ്റെ വലുതാണെന്നുള്ളൂ. പിന്നെ പിന്ന് കാണും ബാക്കിൽ, നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് സെയിം അതുപോലെ തന്നെ പിന്നും പവറും ഒക്കെ കാണും. ഇതിൻ്റെ റിക്കവറി ഓപ്ഷനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല.
ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വിൻഡോസൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വേഗം ലോഡാകുന്നതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. ഞാനിതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അതായത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈവ് മേടിച്ച് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ വിൻഡോസൊക്കെ ഓണായി വരുമ്പോൾ 2-3 മിനിറ്റ് എടുക്കുന്നില്ല. ഇതൊക്കെ വേഗം ഓണാകുന്നതാണ് പറയുന്നത്. നോക്കാം എങ്ങനെയാവുമെന്ന്. അപ്പോൾ 7 ഡേ സർവീസ് സെൻറ്റർ റീപ്ലേസ്മെൻ്റ് ആണ് പറയുന്നത്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ 3 ഇയർ വാറൻറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന സെബ്രോണിക്സിൻ്റെ SD52 എന്ന് പറഞ്ഞ SSD ആണ് 512 GB. അതല്ലാതെ വേറെയും ഇതുണ്ട് കേട്ടോ. വേറെയും ഇതുപോലെ തന്നെ ഡ്രൈവുകളുണ്ട്. കൂടുതൽ 1 TB ഉണ്ട്. അതിന് നല്ല വിലയാണ്. ഏകദേശം മറ്റേ ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ അടുത്ത് തന്നെ വിലയുണ്ട്. 4000-4500 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്മാർട്ട് ആൻഡ് സൈലൻറ്റ് ഓപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞത്. ഫാസ്റ്റർ പെർഫോമൻസ് പറയുന്നുണ്ട്. ഫാസ്റ്റർ ദാൻ ഹാർഡ് ഡിസ്ക്. HDD എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക്, മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കില്ല, അതിനേക്കാളൊക്കെ ഫാസ്റ്റാണ് പറഞ്ഞത്. അൾട്രാ ലോ പവർ കൺസെപ്റ്റാണ്. വളരെ കുറച്ച് പവർ എടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. 256 GB SATA 2 ആൻഡ് SATA 3 ഇൻ്റർഫേസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ സ്പീഡും ഒക്കെ എഴുതിയിട്ടുണ്ട്. 550 MB/s എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വയർ സ്പീഡും ഒക്കെ 400 MB/s എഴുതിയിട്ടുണ്ട്. മോർ ഡീറ്റെയിൽസിലോട്ട് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് സൈലൻറ്റ് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പടത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പടമാണ് കാണിച്ചിരിക്കും കേട്ടോ. ഈ ലാപ്ടോപ്പിനകത്തൊക്കെ ഇപ്പം മിക്കവാറും പഴയ ഹാർഡ് ഡിസ്ക് വരുന്നില്ല. ഈ ഒരു ഇതാണ് സാറ്റയുടെ SSD ആണ് യൂസ് ചെയ്യുന്നത്. ലാപ്ടോപ്പിനകത്ത് നല്ല പെർഫോമൻസ് കേട്ടോ. നല്ല ലാപ്ടോപ്പൊക്കെ നല്ല പഴയ ലാപ്ടോപ്പ് ആണെങ്കിൽ നല്ല പറന്ന് നിൽക്കും, സ്പീഡിൽ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഡേറ്റ റിക്കവറിൻ്റെ ഓപ്ഷനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഉറപ്പില്ല. കൂടിപ്പോയ 5 വർഷം നിൽക്കുമായിരിക്കും ഇത്. ഇപ്പോൾ സെബ്രോണിക്സിന് മാത്രമല്ല കേട്ടോ, വേറെ ഒത്തിരി കമ്പനികളുണ്ടല്ലോ. അത് ഈ WD Green, വെസ്റ്റേൺ ഡിജിറ്റലിനാണ് WD Green എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എക്സ്പോർട്സ് പറഞ്ഞിട്ട്, അതൊക്കെ ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല. പിന്നെ ഏസറിൻ്റെ ഉണ്ട്. ഏസറൊക്കെ നേരത്തെ ഉള്ള കമ്പനി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഏകദേശം ഒരേ വിലയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ സെബ്രോണിക്സിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ ഞാനിപ്പോൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ നിൽക്കുന്നുണ്ട്. നല്ല ഇതാണ്. ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് എല്ലാം കൊള്ളാം. സെബ്രോണിക്സ് കുറച്ചുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും കേടായി പോകുന്നില്ല. അപ്പോൾ അത് തന്നെ മേടിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഈ പ്രോഡക്റ്റ് അങ്ങ് ബൈ ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.